മലയാള സിനിമയുടെ മാർക്കറ്റ് വളർച്ചയുടെ പാതയിലാണിപ്പോൾ. മോളിവുഡിൻ്റെ ഓവർസീസ് മാർക്കറ്റ് ഒരു കാലത്ത് ഗൾഫ് മാത്രമായിരുന്നുവെങ്കിൽ ഇന്നത് യൂറോപ്പിലേക്കും US-ലേക്കും ഒക്കെ വികസിച്ചിരിക്കുന്നു. അവിടങ്ങളിലെ മറുഭാഷാ പ്രേക്ഷകരിലേക്ക് ഇനിയും എത്താനിരിക്കുന്നേ ഉള്ളുവെങ്കിലും പ്രവാസി മലയാളികൾ അതത് രാജ്യങ്ങളിൽ മലയാള സിനിമകൾക്ക് കാര്യമായി തന്നെ തിയേറ്ററുകളിൽ എത്താറുണ്ട്. സമീപകാലത്ത് വമ്പൻ വേൾഡ് വൈഡ് റിലീസ് ലഭിച്ച മലയാള ചിത്രം മലൈക്കോട്ടെ വാലിബനായിരുന്നു. ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ പുതിയ ചിത്രവും മികച്ച രീതിയിൽ ഓവർസീസ് മാർക്കറ്റുകളിലേക്ക് എത്തുകയാണ്. മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഹൊറർ ത്രില്ലർ ചിത്രം ഭ്രമയുഗമാണ് ഓവർസീസ് മാർക്കറ്റുകളിലും മികച്ച സ്ക്രീൻ കൗണ്ടോടെ എത്തുന്നത്. ഫെബ്രുവരി 15-ന് തിയേറ്ററുകളിൽ എത്താനിരിക്കുന്ന ചിത്രത്തിൻ്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ഇവിടെ ആരംഭിച്ചിട്ടില്ല. എന്നാൽ UK-യിൽ ഇതിനകം അത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അതിൻ്റെ ആദ്യ പ്രതികരണങ്ങൾ സംബന്ധിച്ച കണക്കുകളും എത്തിത്തുടങ്ങി. സിനിവേൾഡ്, ഒഡിയോൺ, വ്യൂ തുടങ്ങി UK-യിലെ പ്രധാനപ്പെട്ട മൾട്ടിപ്ലക്സ് ശൃംഖലകളിലൊക്കെ തന്നെ ഭ്രമയുഗം എത്തുന്നുണ്ട്. ആകെ 53 സെൻറ്ററുകളിലെ 72 ഷോകളിൽ നിന്നായി 1355 ടിക്കറ്റുകളാണ് ചിത്രം വിറ്റിരിക്കുന്നതെന്ന് ബോക്സ് ഓഫീസ് ട്രാക്കർമാരായ മൂവി പ്ലാനറ്റ് അറിയിക്കുന്നുണ്ട്. ഇതിൽ ചിത്രം നേടിയിരിക്കുന്ന കളക്ഷൻ 8000 പൗണ്ടിന് മുകളിലാണ്. ഇന്ത്യൻ രൂപയിൽ ഇത് 8,03,00,000 6-ാം തീയതിയാണ് UK-യിൽ ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങിയത്. ഒരു ദിവസത്തെ വിൽപ്പനയുടെ കണക്കാണിത്. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുങ്ങിയ ചിത്രമാണിത്. ഭൂതകാലം എന്ന ചിത്രത്തിലൂടെ നേരത്തെ പ്രേക്ഷക ശ്രദ്ധ നേടിയ സംവിധായകനാണ് രാഹുൽ സദാശിവൻ. മമ്മൂട്ടിക്കൊപ്പം അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും 2 പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും സിനിമാ ആസ്വാദകരും.